പത്തനംതിട്ട തണ്ണിത്തോട് രക്തസ്രാവം വന്ന ഗുരുതരാവസ്ഥയിലായ സ്ത്രീയെ ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ച് പോലീസ്. തണ്ണിത്തോട് മൂഴി പുളിഞ്ചാൻ വീട്ടിൽ അമ്പിളിയെയാണ് പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചത്. അമ്പിളിയെ കൊണ്ടുപോകാൻ ആംബുലൻസ് ലഭിച്ചിരുന്നില്ല. വെട്ടം വേണ്ടേ? നീട്ടിറാത്ത വായിക്കാത്ത പിടിച്ചോണ്ട് പോവാം. എന്നിട്ട് കൊച്ചിനെ ഇങ്ങോട്ട് കൊടുത്തു. AV ജയശങ്കർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ജയശങ്കർ, ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്നാണല്ലോ പോലീസ് അവിടെ എത്തുന്നത്, ഇവരെ സഹായിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ? അതായത് ഉന്മേഷ്, രാത്രി 1:30 രക്തസ്രാവം സംഭവിച്ച് അമ്പിളിയുടെ ആരോഗ്യനില വളരെ ഗുരുതരാവസ്ഥയിലായത്. രക്തത്തിൽ കുളിച്ചു കിടന്ന അമ്പിളിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി ഭർത്താവ് ആംബുലൻസ് വിളിച്ചെങ്കിലും ലഭ്യമായില്ല. തുടർന്ന് ഭർത്താവ് തണ്ണിത്തോട് പോലീസ് സ്റ്റേഷനിലെത്തി സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ഉടൻ തന്നെ തണ്ണിത്തോട് പോലീസ് ഈ മൂഴി പുളിഞ്ചാൻ വീട്ടിൽ എത്തുകയും അമ്പിളിയെ ഔദ്യോഗിക വാഹനത്തിൽ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അമ്പിളിയെ നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന ഒരു സ്ത്രീയാണ് രാത്രി 2 മണിയോടുകൂടി ഈ തണ്ണിത്തോട് പോലീസ് എത്തി ഔദ്യോഗിക വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി. എന്തായാലും അമ്പിളിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. ഈ കേരള പോലീസ് വീണ്ടും പൗരന്മാർക്ക് രക്ഷകരാകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പോലീസിനെ സംബന്ധിച്ച് പോലീസിനെതിരെ ഒരുപാട് വാർത്തകൾ വരുമ്പോൾ പോലും ഇത്തരത്തിൽ പൗരന്മാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഘട്ടത്തിൽ ഏത് പാതിരാത്രിയും ഓടിയെത്തി പോലീസ് സഹായിക്കുമെന്നൊരു സന്ദേശം കൂടി, ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്തായാലും തണ്ണിത്തോട് പോലീസാണ് ഇത്തരത്തിൽ അർദ്ധരാത്രി എത്തി ഗുരുതരാവസ്ഥയിലായിരുന്ന ഒരു സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിച്ചത്. ഉന്മേഷ്.